എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവർക്കായി ഒന്നാം ഭാഗത്തിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാർട്ടുകൾ നോക്കി തക്ക സമയത്ത് ലാഭം എടുക്കാനാവാതെ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ ഒരുപാട് നിക്ഷേപകരുണ്ട് നമുക്ക് ചുറ്റും. വില കുറഞ്ഞിരിക്കുമ്പോൾ സ്റ്റോക്കുകൾ വാങ്ങുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് തക്ക സമയത്ത് ലാഭമെടുക്കുക എന്നതും. അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഹ്രസ്വകാല നിക്ഷേപത്തിൽ പിന്തുടരുന്ന സ്ട്രാറ്റജിയാണ് ഇവിടെ വിവരിക്കുന്നത് എന്നതിനാൽ തന്നെ എല്ലാവർക്കും ഇത് എത്ര കണ്ട് ഫലപ്രദമാവുമെന്നും അറിയില്ല. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് കരുതുന്നു. വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഹ്രസ്വകാല നിക്ഷേപത്തിനായി മാത്രമാണ് വിവരിക്കുന്നത്. ദീർഘകാല നിക്ഷേപത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആലോചിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന റൂൾ ഓഫ് 72 ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾ നിക്ഷേപിച്ച പണം എത്ര വർഷം കൊണ്ട് ഇരട്ടിയാവണമെന്ന് ആദ്യം കണക്ക് കൂട്ടുക. ഞങ്ങളിത് ഏപ്രിൽ 1 മുൻപ് തന്നെ തീരുമാനിക്കാറാണ് പതിവ്. അതാത് സാമ്പത്തിക വർഷാവസാനത്തോടെ ഈ കണക്കുകൾ ക്ലോസ് ചെയ്യുന്നു. കഴിഞ്ഞ 12 വർഷത്തെ അനുഭവത്തിൽ 2019-20 സാമ്പത്തിക വർഷത്തിൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് വിപണി ഇടിഞ്ഞപ്പോൾ പോലും ഈ ലക്ഷ്യം നേടിയിരുന്നു എന്നുകൂടി അറിയിക്കട്ടെ. ഞങ്ങൾ ലക്ഷ്യമിടുന്ന ടാർഗറ്റ് എപ്പോഴും ബാങ്ക് നിക്ഷേപത്തെയോ മറ്റെന്ത് നിക്ഷേപ പദ്ധതികളെക്കാൾ കൂടുതലായിരിക്കും. കാരണം ഇപ്പോൾ 8 മുതൽ പരമാവധി 9% പലിശയാണ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ മുതൽ സഹകരണ ബാങ്കുകൾ വരെ വാഗ്ദാനം ചെയ്യുന്നത്. ഇതെല്ലാം മുൻനിർത്തിയാണ് ടാർഗറ്റ് നിശ്ചയിക്കുന്നത്. അമിതമോഹം കാണിക്കാറില്ല. ഓഹരി നിക്ഷേപത്തിൽ നിന്ന് മാസത്തിൽ 2 മുതൽ 3% റിട്ടേൺ ലഭിച്ചാൽ തന്നെ ഒരു വർഷത്തിൽ 24 മുതൽ 36% എന്ന വളരെ മികച്ച റിട്ടേൺ നമുക്ക് ലഭിക്കുന്നു. കമ്പനികൾ പ്രഖ്യാപിക്കുന്ന ലാഭവിഹിതം ബാങ്കിൽ ക്രെഡിറ്റ് ആവുമ്പോൾ തന്നെ ഈ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുകയാണ് പതിവ്. ഇത് പല ഓഹരി നിക്ഷേപകരും ഓർക്കാറില്ല എന്നതാണ് വാസ്തവം. മറ്റൊന്ന്, നമ്മൾ 2 വീഡിയോകൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വിശദീകരിച്ചിരുന്നത് പോലെ മൊത്തം നിക്ഷേപത്തിലെ 30% വരുന്ന ഹ്രസ്വകാല നിക്ഷേപത്തിൽ നിന്നും വരുന്ന പ്രോഫിറ്റ് അതാത് സാമ്പത്തിക വർഷം അവസാനത്തോടെ ദീർഘകാല നിക്ഷേപത്തിലേക്ക് മാറ്റുന്നു. ദീർഘകാല നിക്ഷേപത്തിൽ നിന്നും വരുന്ന ലാഭവിഹിതവും ഇത്തരത്തിൽ ആ പോർട്ട്ഫോളിയോയിലേക്ക് തന്നെ കൂട്ടിച്ചേർക്കുന്നു. ഇതിൻ്റെ ഗുണം പോർട്ട്ഫോളിയോകളുടെ സ്ഥിരതയും വളർച്ചയും നിലനിർത്തുന്നു എന്നതാണ്. മാത്രവുമല്ല, ദീർഘകാല പോർട്ട്ഫോളിയോയിലേക്ക് പുതിയ സ്റ്റോക്കുകൾ കൂട്ടുന്നതിന് വേറെ ഫണ്ട് ചേർക്കേണ്ടി വരാറില്ല. ഇനി ഹ്രസ്വകാല നിക്ഷേപത്തിൽ ലാഭത്തിലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് എളുപ്പത്തിൽ ലാഭമെടുക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഇത് ചാർട്ടുകൾ നോക്കി ടാർഗറ്റ് നിശ്ചയിക്കാൻ അറിയാത്ത സാധാരണ നിക്ഷേപകർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പല നിക്ഷേപകരും പ്രോഫിറ്റിലുള്ള സ്റ്റോക്കുകൾ തക്ക സമയത്ത് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ അത് തിരിച്ചിറങ്ങുന്നതും നോക്കി നിരാശയോടെ ഇരിക്കേണ്ടി വരുന്നത് കാണാറുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് അത്ര വശമില്ലാത്തവർക്ക് ലാഭം എടുക്കാവുന്ന വഴികളിലൊന്ന്, നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത ടാർഗറ്റ് അത് 8%-10% എത്തിയാൽ ഭാഗികമായി സ്റ്റോക്ക് വിറ്റ് ലാഭം എടുക്കാവുന്നതാണ്. വീണ്ടും സ്റ്റോക്ക് കയറിപ്പോകുന്നുവെങ്കിൽ 2 മുതൽ 3% കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ലാഭമെടുക്കാം. ഇനി അഥവാ ആദ്യത്തെ പ്രോഫിറ്റ് എടുത്തതിന് ശേഷം ആ സ്റ്റോക്ക് തിരിച്ചിറങ്ങിയാൽ തന്നെ അടുത്ത ഓഹരി വാങ്ങാനുള്ള ഫണ്ട് നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ സ്ട്രാറ്റജി കൊണ്ടുള്ള ഗുണം. ഇനി മറിച്ചാണെങ്കിൽ വിറ്റ ഓഹരി വീണ്ടും കയറിപ്പോകുന്നുവെങ്കിൽ ആ വിറ്റ സ്റ്റോക്ക് ഓർത്ത് നിരാശപ്പെടാതെ ഇരിക്കുക. അത് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. വീണ്ടും തിരിച്ചിറങ്ങുന്നതുവരെ ക്ഷമാപൂർവം കാത്തിരിക്കുക. അഥവാ തിരിച്ചു വന്നില്ല എങ്കിൽ അടുത്ത എൻട്രി എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. വിറ്റ സ്റ്റോക്കുകൾ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ദീർഘകാല പോർട്ട്ഫോളിയോ ആ വിഷമങ്ങളെല്ലാം നികത്തും എന്നോർക്കുക. ഹ്രസ്വകാല നിക്ഷേപത്തെ ഒരു സ്ഥിര വരുമാന മാർഗമായും ദീർഘകാല പോർട്ട്ഫോളിയോ ദീർഘകാലത്തേക്ക് സമ്പത്ത് സൃഷ്ടിക്കാനുമുള്ള മാർഗവുമായി വെവ്വേറെ തന്നെ കാണുക. സത്യത്തിൽ ഇത് ക്രിക്കറ്റ് മത്സരത്തിലെ ഏകദിന മത്സരവും ടെസ്റ്റ് മത്സരവും പോലെയാണെന്ന് പറയപ്പെടുന്നു. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ ഏകദിനത്തോടും ദീർഘകാല നിക്ഷേപത്തെ ടെസ്റ്റ് മത്സരങ്ങളോടുമാണ് ഉപമിക്കാറുള്ളത്. ഇവിടെ റിട്ടേൺ ശതമാനത്തിനാണ് പ്രാധാന്യം, ചാർട്ടുകൾക്കല്ല. എങ്ങനെയും വർഷാവസാനത്തോടെ ടാർഗറ്റ് നേടുക എന്നതാണ് ലക്ഷ്യം.
അതുപോലെ തന്നെ വിപണിയിൽ അത്ര പരിചയമില്ലാത്തവർ എപ്പോഴും റിസ്ക് കൂടിയതും ലിക്വിഡിറ്റി ഇല്ലാത്തതുമായ സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് പോർട്ട്ഫോളിയോയുടെ പ്രകടനം വിലയിരുത്തുന്നത് നല്ലതാണ്. ഇനി ഹ്രസ്വകാല നിക്ഷേപത്തിലേക്ക് എത്ര സ്റ്റോക്കുകൾ വരെ ആകാമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് ഞങ്ങളുടെ രീതി ഒരു സ്റ്റോക്കിൽ എത്ര താഴോട്ട് വന്നാലും 8 മുതൽ 10% കൂടുതൽ ഇടാറില്ല. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നത് എന്ന് കരുതുക. ഇതിന് 15 മുതൽ 20 സ്റ്റോക്കുകൾ വരെ വാങ്ങുന്നു. ഇതിൻ്റെ ഒരു ഗുണം എപ്പോഴും എല്ലാ സ്റ്റോക്കുകളും കയറിയോ ഇറങ്ങിയോ ഇരിക്കാറില്ല എന്നതാണ്. ലാഭത്തിലെത്തുന്ന ഓഹരികൾ 7, 8, 10 മുതൽ 25% വരെ പ്രോഫിറ്റിൽ വിറ്റൊഴിയുന്നു. മികച്ച പുതിയ സ്റ്റോക്കുകളിലേക്ക് പോകുന്നു. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഒരാഴ്ച കൊണ്ട് 35% വരെ ലാഭം തന്ന ഓഹരികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഓഹരികൾ കയ്യിൽ പെട്ടുപോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എത്ര താഴ്ന്നാലും അവ വിറ്റ് കളയാറില്ല. കാരണം അടിസ്ഥാനപരമായി അതിശക്തമായ കമ്പനികൾ മാത്രമാണ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ എടുക്കുന്ന ഓഹരികളുടെ വില നോക്കാറുമില്ല. കാരണം ചെറിയ കമ്പനികൾ 1 രൂപ മുതൽ 10 12 രൂപ കയറാൻ എടുക്കുന്ന സമയത്തേക്കാൾ പെട്ടെന്ന് വലിയ സ്റ്റോക്കുകളിൽ ചലനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി ഞങ്ങൾ സ്റ്റോക്കുകളുടെ വിറ്റുവരവുകളും മറ്റും എൻട്രി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. പണ്ടുകാലങ്ങളിൽ വർഷത്തിൽ 365 രൂപ നിരക്കിൽ അസ്ക്യൂബർ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നതെങ്കിലും പിന്നീട് ആ കമ്പനി സർവീസ് നിർത്തലാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ എംപ്രോഫിറ്റ് എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഫ്രീ വേർഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ പ്രീമിയം വേർഷനാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ GST അടക്കം 1900 രൂപയ്ക്കടുത്താണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഗുണം അതിൽ ഡിവിഡൻഡ്, സ്പ്ലിറ്റ്, ബോണസ് തുടങ്ങിയ കോർപ്പറേറ്റ് ആക്ഷനുകൾ ഓട്ടോമാറ്റിക്കായി തന്നെ അപ്ഡേറ്റ് ആകുന്നു എന്നതാണ്. മറ്റൊന്ന് ടാക്സ് റിപ്പോർട്ടുകൾ, ക്യാപിറ്റൽ ഗെയിൻ റിപ്പോർട്ടുകൾ, ഡിവിഡൻഡ് റിപ്പോർട്ടുകൾ തുടങ്ങിയവ ഇതിലൂടെ ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ പോർട്ട്ഫോളിയോ പെർഫോമൻസ് വിലയിരുത്താം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു പരസ്യത്തിനു വേണ്ടിയോ എംപ്രോഫിറ്റ് എന്ന സോഫ്റ്റ്വെയർ പ്രൊമോട്ട് ചെയ്യുന്നതിനോ വേണ്ടിയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നതുകൂടി അറിയിക്കട്ടെ. സമയമുള്ളവർക്ക് ഈ കാര്യങ്ങളെല്ലാം എക്സൽ, ഗൂഗിൾ ഷീറ്റ്സ് പോലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്തു തന്നെ ആയാലും ഏത് ട്രാൻസാക്ഷനും നമുക്ക് എപ്പോഴും ട്രാക്ക് ചെയ്യാൻ സാധിക്കണം എന്നതാണ് പ്രധാനം. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.